ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെൽബൺ കേരള കഫേ. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതിനെന്തൊക്കെ ചേരുവകൾ വേണം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു കസ്റ്റർഡ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് പാല്, നല്ല കൊഴുപ്പുള്ള പാലാണ് ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു ചെറിയ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ 2 കപ്പ് പാലിൽ നിന്ന് ഒരു 1/4 കപ്പ് ഏകദേശം ഒഴിച്ച് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിവിടെ അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ട് ഈ പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ. പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. തിളയ്ക്കുന്നില്ല, പക്ഷേ തിളയ്ക്കാൻ തുടങ്ങി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കലക്കി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീ കുറച്ച് വെക്കണം, അതും മറന്നു പോകരുത്. കസ്റ്റാർഡ് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് തീ മുഴുവനായി ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. റൂം ടെമ്പറേച്ചറിലേക്കൊന്ന് തണുക്കുന്ന പോലെ വയ്ക്കാം. ഇനി നമുക്ക് ബിസ്ക്കറ്റ് എടുക്കാം. പാർലേജി ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 20 എണ്ണം എടുത്തിട്ടുണ്ട്. എണ്ണമൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണെങ്കിൽ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചു വെക്കാം. ഇനി നമുക്ക് പഴം വേണം. 2 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുപഴമാണെങ്കിൽ അതെടുക്കാം, അല്ലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴം എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഈ റോബസ്റ്റ പോലെ ഇരിക്കുന്ന പഴമാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. അതിനെ നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഇടയ്ക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വിപ്ഡ് ക്രീം റെഡി ആയിട്ടുണ്ട്. അത് ഒരു സൈഡിലിരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റാർഡ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിക്കാനായിട്ടൊരു എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് കാര്യങ്ങളെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. പഴമുണ്ട്, ബിസ്ക്കറ്റുണ്ട്, പിന്നെ വിപ്ഡ് ക്രീമുണ്ട്, കസ്റ്റാർഡുണ്ട്. അതെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമ്മളിതൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ആദ്യം കുറച്ച് കസ്റ്റാർഡ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്കായിട്ട് നമുക്ക് ബിസ്ക്കറ്റിൻ്റെ പൊടിയല്ല, ഇങ്ങനെ തരിതരിപ്പായിട്ട് എന്നാ പറയണ്ടേ, കഷ്ണങ്ങളാക്കി പൊടിച്ചത് അത് വെച്ച് കൊടുത്തു. പിന്നെ അതിന് മുകളിലേക്ക് വിപ്ഡ് ക്രീം ചേർക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ ആ പാത്രം എടുത്തിരിക്കുന്നത് അത് മുഴുവനും ഇങ്ങനെ ഇടകലർത്തി ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് ഞാൻ പഴം വെച്ചു. അതിന് മുകളിൽ ഒരു ചെറിയ ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരെ സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.